ഹലോ ഗൈസ്, അസ്സലാമലൈക്കും. അപ്പോൾ ഇന്ന് നമുക്ക് ഹൗസ് വാമിംഗ് ഡേയുടെ ഫുൾ വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഞാനിത് ഹൗസ് വാമിംഗ് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് അപ്ലോഡ് ചെയ്യുന്നത്. നമുക്ക് മെയ് 10 ആയിരുന്നു. അപ്പോൾ ഞാൻ നേരെ മൈലാഞ്ചിക ചുമന്ന് നോക്കിയിട്ട് നേരെ ചായ കുടിക്കാൻ പോകും. എല്ലാവരും ഓരോരോ തിരക്കിലാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഇവിടെയൊക്കെ തുടച്ചിട്ടിട്ട് നമ്മൾ വീട്ടിൽ വന്നിട്ട് ഡ്രസ്സൊക്കെ മാറിയിട്ട് നേരെ നമ്മൾ തിരിച്ചങ്ങോട്ട് പോകണം. അതിൻ്റെ ഇടയിൽ എനിക്ക് വോട്ടർ വേണ്ടി വന്ന്, അപ്പോൾ പിന്നെ പോയിട്ട് ഡ്രസ്സ് മാറി നമ്മൾ പോകണം. ഫുള്ള് തിരക്കായി. ഇനിയിപ്പോൾ നമുക്ക് വേഗം റെഡിയായി മറ്റേ വീട്ടിൽ പോകണം. അതിന് വേണ്ടിയിട്ട് അപ്പോൾ കുറേ വീഡിയോസ് എടുക്കാൻ ഇനിയുണ്ട്, എടുക്കാൻ പറ്റിയിട്ടില്ല ഗൈസ്. ഇനി ബാക്കി നമുക്ക് പുതിയ വീട്ടിൽ പോയിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. എനിക്കാണെങ്കിൽ ഇപ്പോൾ തന്നെ ഈ വീഡിയോ ബാക്കിലുള്ളൊന്നും ശ്രദ്ധിക്കേണ്ട കേട്ടോ. ഫുൾ അലങ്കോല കിടക്കാണ്. റെഡിയായിട്ട് പോവാണ്. രാവിലെ തന്നെ ഒരുപാട് ആൾക്കാർ വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വേഗം തന്നെ നടന്ന് വീട്ടിലേക്ക് പോവാണ്. പകുതി വെച്ച് നമുക്ക് ഹയമോളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ തന്നെ നമ്മുടെ പുതിയ വീട്ടിലേക്ക് പോകട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് സജിത്താത്തായും അമ്മേൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് പോകണം ഗൈസ്. ഇവിടെ എത്തി ഞാൻ കുറേ നേരം വീട്ടിൽ. ഉമ്മയും വാപ്പയൊക്കെ നേരത്തെ ഇങ്ങോട്ട് പോന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ ഓരോരുത്തർ വന്നും പോയി നിൽക്കുകയാണ്. നമ്മൾ 10 മണി ആയിട്ടുള്ളൂ കേട്ടോ. ഫുള്ള് തിരക്കാണ് ഗൈസ്. മൊത്തം ആൾക്കാരാണ് നമ്മളിവിടെ. പിന്നെ അങ്ങോട്ട് ഒരുപാട് ആൾക്കാർ വന്നും പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. പിന്നെ എനിക്ക് ഒരുപാട് വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല, കുറച്ചൊക്കെ എടുത്തിട്ടുള്ളൂ. മഴയെല്ലാം വലിയ ആൾക്കാർ വന്നേക്കണം ഗൈസ്. പിന്നെ ആലിയ ആരും അറിയാത്ത പോലെ ഒളിച്ചിരിപ്പുണ്ട്. ഇതൊരു ചില ബെസ്റ്റ് ഫ്രണ്ട് ഫാഹിം, ഇത് റിച്ചു. ഇവരോട് വർത്തമാനം നമ്മുടെ സോനു വിളിക്കണത് അവരെത്തിയെന്നും പറഞ്ഞ് അങ്ങനെ പ്രണവും സോനും ഒക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ അവർക്ക് വീടൊക്കെ കാണിച്ചു കൊടുത്തു. അപ്പോൾ തന്നെ അവിടെ തിരക്കായിരുന്നു. പിന്നെ നമ്മൾ നേരെ അവർക്കും കൊണ്ട് ഫുഡ് കഴിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് അങ്ങനെ വീടൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ നേരെ നമ്മൾ അവരെ ഫുഡ് കഴിക്കാൻ അവിടെ ഇരുത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ദൈവം തിരിഞ്ഞിക്കണം. ഇച്ചിരി മിസ്റ്റേക്ക് വന്നു. ഇതിനകത്തൊരു ലോഡുണ്ട്. കാല് കിട്ടിയ നിനക്ക്? എനിക്ക് കിട്ടേണ്ട കാലാ. ഇതിനകത്തൊന്നും ഇല്ല കൈസോളം മൊത്തം തിന്നേർത്ത് ഒരു ലോഡ് ചിക്കൻ ഉണ്ടായിരുന്നു. ഇത് റിച്ചിൻ്റെ കൂട്ടുകാർ. ഇനി സഹലിനെ ഏറി കയറ്റാവുള്ളൂ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ സോനുവൊക്കെ ഒരു 3 മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും പോവാണ്. അങ്ങനെ ഇവരോട് ഭയൊക്കെ പറഞ്ഞ് നമ്മൾ നേരെ അങ്ങനെ അവരെയൊക്കെ കയറ്റി വിട്ട് ഞാൻ നേരെ തിരിച്ച് വീട്ടിൽ വന്നപ്പോഴത്തേക്കും ദേ ഇവിടെ ഒരാൾ രാവിലെ വന്ന് തല കാണിച്ചിട്ട് പോയ ആളാണ് ഇപ്പോഴാണ് വന്നത്. അപ്പം ഞാൻ സോനു പോയ കാര്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു. അങ്ങനത്തെ അത് മേക്കപ്പൊക്കെ ചെയ്ത് വന്നിട്ടുണ്ട്. അത് മേക്കപ്പ് ഇട്ട് പൊട്ടിയിട്ട് വന്നിട്ടുണ്ട്. എന്താ അല്ലേ മാച്ചിങ് മാച്ചായിട്ട് ഇത്ര പോലെ വട്ട് വേറില്ല. പാത്തു ആണെങ്കിൽ ഇവിടെ ചോക്ലേറ്റ് ഇന്നൂന് ആ പകുതി താങ്ക് വണ്ടി ഇതിനകത്തുണ്ട് ചോക്ലേറ്റ് ഇങ്ങനെ മതിയല്ലോ. വിശക്കും. അപ്പം നമ്മൾ ബിരിയാണി തന്നാൻ പറ്റില്ല, നമ്മൾ മിഠായിയൊക്കെ തന്നാം. അതൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മളെല്ലാവരും വീട്ടിലുള്ളവരൊക്കെ ഫുഡ് കഴിക്കാൻ പോവാണ് കേട്ടോ. അങ്ങനെ പിന്നെ ആഷ്ന അലിയ എല്ലാവരും ഇവിടെ റെഡി ആയിട്ട് അവർക്കൊക്കെ ഫുഡ് കിട്ടി. ഞങ്ങൾ ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ് ഗൈസ്. നമ്മൾ കാല് കിട്ടാൻ വേണ്ടി വെയിറ്റിംഗ് ആണ്, കട്ട വെയിറ്റിംഗ്. അങ്ങനെ അതെ കണ്ണും കെട്ട് കാത്തിരിക്കുവാണ് എന്തിനും ചിക്കൻ ബിരിയാണി വരാൻ. നമുക്കങ്ങനെ ഫൈനലി കാല് കിട്ടിയിട്ടുണ്ട്. അതൊക്കെ അവസാനം കാല് കിട്ടി. പക്ഷേ വികലാംഗ കാലം എൻ്റെ കാല് പോയിട്ട് അത്രയും പുഷ്ടിച്ച കാലമല്ല. അങ്ങനെ നമ്മൾ ഫുഡ് കഴിച്ച് നിർത്തുമ്പോൾ റിൻഡു ഹസ്ബൻഡും അവളുടെ പിള്ളേരൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് എവിടെ ഒരാൾ എൻ്റെ വീടൊക്കെ കണ്ടിട്ട് അങ്ങനെ സന്തോഷത്തിൽ നിൽക്കുകയാണ്. അങ്ങനെ പിന്നെ ഈവനിങ് ആയപ്പോഴത്തേക്കും ഒരുവിധം എല്ലാവരും പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ ചായയൊക്കെ കുടിച്ചിട്ട് ഇവിടെ മാറിയിരിക്കുമായിരുന്നു. വൈകുന്നേരമായി എല്ലാവരും പോവാണ്. ആലപ്പുഴവരൊക്കെ പോണേ. പിന്നെ നമ്മളെ പഴയ വീട്ടിൽ വന്നു എല്ലാവരും ഇവിടെ ഓരോരുത്തർ പോണേ ബാഗൊക്കെ കിട്ടി നിൽക്കുകയാണ് കേട്ടോ പോകാൻ വേണ്ടിയിട്ട്. ആലപ്പുഴയിൽ നിന്ന് വന്നതുകൊണ്ട് പിന്നെ രാത്രി ആയപ്പോഴത്തേക്കും മാമായും മാമിയൊക്കെ പോവാണ്. അപ്പോൾ മാമി നമുക്ക് ഉമ്മ തരാണ്. എല്ലാ പെൺപിള്ളേർക്കും ഉമ്മ തന്നിട്ട് അമ്മ അങ്ങനെ മാമി പോവാണ്. ഇനി നാളെ രാവിലെ ആകുമ്പോഴത്തേക്കും ആഷ്നായും ആലിയായും അങ്ങനെ എല്ലാവരും പോകും. പിന്നെ ഞങ്ങൾ മാത്രമാകും വീട്ടിൽ. രാത്രി ആയപ്പോൾ തിരക്ക് ഗൈസ് വീണ്ടും.
ഹൗസ് വാമിങ് ആയതുകൊണ്ട് തന്നെ രാത്രിയിൽ നിന്നില്ല രാവിലെ നിന്നില്ല എല്ലാവരും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. രാത്രിയും നമുക്ക് കുറച്ച് പേര് വരാനൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ രാത്രിയിലും നമ്മുടെ പഴയ വീട്ടിൽ ഞങ്ങൾ നേരത്തെ താമസിച്ച വീട്ടിലെ നെയ്ബേഴ്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മളെല്ലാവരും രാത്രിത്തെ ഫുഡ് കഴിക്കാനിരുന്നായിരുന്നു കേട്ടോ. മൂത്തുമ്മ എല്ലാവരും ഉണ്ട്, നമുക്ക് ഫുഡ് കഴിക്കാം. അങ്ങനെ പിന്നെ ഞാനും കയറി വേഗം ഇരുന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ഫുഡ് കഴിച്ചപ്പോൾ തന്നെ ഒരു 10 മണി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. 10 മണിയൊക്കെ ആയപ്പോഴത്തേക്കും അമ്മായിയൊക്കെ വന്നിട്ടുണ്ട്. അമ്മായി മൂവും ഇവളെയായിരുന്നു എൻ്റെ പൊന്നെ വന്നവരെല്ലാവരും ചോദിച്ചത്. അമ്മ അതിൽ സെലിബ്രിറ്റി, ചോദിക്കാത്ത മനുഷ്യന്മാരില്ല. എവിടെയാണ് നിൻ്റെ വീഡിയോയിലുള്ള കുട്ടി ഏതാണെന്നൊക്കെ. എന്നിട്ട് പിന്നെ ഇവന് ഞാൻ വീടൊക്കെ കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇത് നമ്മുടെ ഒരു റൂമാണ് കേട്ടോ. ഇവിടെയാണ് വാപ്പിയും ഉമ്മയൊക്കെ കിടക്കുക. ചിലപ്പോൾ റിച്ചു ആകും. ഇതാണ് ഗൈസ് എൻ്റെ റൂം. നമ്മൾ പിന്നെ മേക്ക് ഓവർ സീരീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ റൂം. ഇവിടെ ടോയ്ലറ്റും 2 റൂമിലും അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട്. പിന്നെ ബാക്കിയൊന്നും നമ്മൾ ഫർണിച്ചേഴ്സൊന്നും ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടില്ല കേട്ടോ. പിന്നെ ഇതാണ് നമ്മളെ ബാത്റൂം. പൂവാണ്, പൂവ് വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവൾക്ക് ഞാനെല്ലാം കാണിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ അപ്പോൾ പിന്നെ നമുക്ക് ബാക്കി റൂമുകളൊക്കെ കാണാം. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യും. വേറെ ഒന്നുമല്ല, എങ്ങനെയാണ് എൻ്റെ റൂം മേക്ക് ഓവറിൻ്റെ സീരീസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്തെങ്കിലുമൊക്കെ സജഷനൊക്കെ ഉണ്ടെങ്കിൽ പറയട്ടോ. പിന്നെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പ്ലീസ്. നമ്മളെ സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിലൊക്കെ പറയാം. പിന്നെ പുറത്തേക്കൊരു വഴിയുണ്ട്, ഇങ്ങനൊരു ഇടവഴിയുണ്ട്. അതിൽ കൂടി പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെയും ഒരു റൂമുണ്ട് കേട്ടോ. അങ്ങനെ ടോട്ടൽ 3 മുറിയുണ്ട് നമുക്ക്. അപ്പോൾ ഈ ഒരു റൂമിൽ ബാത്റൂം ഇല്ല. നമ്മൾ അറ്റാച്ച്ഡ് ബാത്റൂം ആ 2 റൂമിന് മാത്രമേ വെച്ചിട്ടുള്ളൂ. അപ്പുറത്തെ ചൈൽഡ്ഹുഡ് ഫ്രണ്ടിൻ്റെ വീടാണ് അപ്പൂസ്. ഇതൊരു വലിയ റൂമാണ്. അപ്പോൾ നമുക്ക് ആരെങ്കിലൊക്കെ വന്നാലും നിൽക്കാൻ നേരത്തെ 2 കട്ടിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അവർക്ക് കിടക്കാനൊക്കെ സൗകര്യമാവും. അതുകൊണ്ട് ഈ റൂമിൽ ബാത്റൂം ഇല്ല. 2 വാതിലുണ്ട് കേട്ടോ. അപ്പുറത്തേക്ക് പുറത്തേക്ക് ഇറങ്ങിയാൽ അവിടെ വാഷിംഗ് മെഷീനും കാര്യങ്ങളൊക്കെ വെക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ടുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഹൗസ് വാമിങ്ങിൻ്റെ കിട്ടിയ ഗിഫ്റ്റൊക്കെ തുറന്നു നോക്കിയിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കണേ. അപ്പോൾ ഇതാണ് നമ്മുടെ സിറ്റ് ഔട്ട് വരുന്നത് കേട്ടോ. 2 റൂമും. പിന്നെ ഈ റൂം ഓൾറെഡി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നതാണ് മനവാപ്പാൻ്റെ. പിന്നെ നമ്മുടെ കിച്ചൺ ഇതാണ് ഗൈസ്. കിച്ചണും അതായത് ഓപ്പൺ കിച്ചണാണ്. അവിടെ ഫ്രിഡ്ജും കാര്യങ്ങളൊക്കെ വെക്കാനുണ്ട്. ഇപ്പോൾ ഓരോരുത്തർ കൊണ്ടുവന്ന ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ ഇവിടെ തൽക്കാലം അവിടെ വെച്ചേക്കാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ പെരുതാമസം കഴിഞ്ഞിരിക്കുന്നു ഗൈസ്. ഓക്കെ ബൈ, താങ്ക് യു ഫോർ വാച്ചിങ്.